2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നു 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണമുണ്ട്. യോഹന്നാൻ പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് അടയാളം എന്നൊരു വാക്കാണ്. അത്ഭുതം, മിറക്കിൾ എന്ന് ഉപയോഗിക്കുന്നില്ല, സയൻസ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക. അടയാളം ശരിക്കും എന്താ അടയാളം? വാട്ട് ഡസ് ഇറ്റ് മീൻ? സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരു സൈൻ കണ്ടു, ഒരു ചെറിയ പാലം അല്ല ചെറിയ 2 വര, ഇടുങ്ങിയ വഴി, അർത്ഥം മുമ്പിൽ എന്തോ ഉണ്ട്, പാലമുണ്ട്. പെട്ടെന്ന് ഒരു ഹമ്പിൻ്റെ സൈൻ കണ്ടു, അർത്ഥം പെട്ടെന്നൊരു എസ് കണ്ടു, അർത്ഥം വലിയ എന്തോ ഉണ്ട്, വളവുണ്ട്. അപ്പോൾ എസ് ആണോ വളവ്? അല്ല, മുമ്പിൽ വരാൻ പോകുന്ന ഒന്നിനെ കാണിക്കുന്നതിൻ്റെ പേരാണെന്ത്? സൈൻ. യോഹന്നാൻ ഉപയോഗിക്കുന്ന സൈൻ എന്നൊരു വാക്കാണ്. യോഹന്നാൻ പറയുകയാണ് 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ എന്തോ ഉണ്ടായിരുന്നു? കല്യാണം ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ കാനാവിൽ കല്യാണം. 3-ാം നാൾ ഒരു പ്രതീക്ഷയുടെ ദിവസം, ക്രോണോളജിക്കൽ ഓർഡറിനേക്കാൾ ഉപരി അവിടെ ഒരു പ്രതീക്ഷയുടെ ദിവസമായിട്ട് കാണാം. 3-ാം നാൾ വേദവസത്തിലുണ്ട്. വേണമെങ്കിൽ 3-ാം നാൾ ഈ കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം. കടലിലും ആയിട്ടൊക്കെ കടൽ തീരത്തുള്ള ആരെങ്കിലും ഉണ്ടോ? കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചിന്തകളുണ്ട്. ഒരാളും കടലിൽ പോയാൽ എത്ര ദിവസം വരും? 3-ാം പക്കം എന്ന് പറഞ്ഞൊരു സിനിമ പണ്ടുണ്ടായിരുന്നു. 3-ാം പക്കം. ഇനി സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ടൊന്നും പറയല്ലേ, പണ്ടത്തെ ഒരു സിനിമയാണ് 3-ാം പക്കം. ആര് കടലിൽ പോയാലും ഏത് ദിവസം വരും? 3-ാം പക്കം. ഞങ്ങൾക്കും അറിയാം, ആർട്ടിലൊക്കെ ഒരാൾ പോയാൽ 3-ാം ദിവസം ശവം പൊങ്ങും. 3-ാം ദിവസം ഒന്നും പൊങ്ങിയില്ല, പിന്നെ മിക്കവാറും എന്ത് ചെയ്യത്തില്ല, പൊങ്ങാൻ കിട്ടത്തില്ല. അപ്പം 3-ാം പക്കം ഒരു പ്രതീക്ഷയുടെ ദിവസമാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ എന്തുണ്ടായിരുന്നു? കല്യാണം ഉണ്ടായിരുന്നു. ആരെ ക്ഷണിച്ചു? യേശുവിനെ ക്ഷണിച്ചു. അല്ല, ആരെ കൂടെ ക്ഷണിച്ചു? ശിഷ്യന്മാരെയും ക്ഷണിച്ചു. അങ്ങനെ ശിഷ്യന്മാരും യേശു അവിടെ വന്നു. അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇൻഗ്രീഡിയൻ്റാണ്. ഒരു കല്യാണത്തിന് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ശുശ്രൂഷ പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രാധാന്യം മനുഷ്യൻ കൊടുക്കുന്ന ഒരു കാര്യം എന്താ? ഭക്ഷണം അല്ലേ? ഭക്ഷണം. ക്രൈസ്തവ പാരമ്പര്യം മറക്കരുത്, വചന പാരമ്പര്യം മറക്കരുത്. വചന പാരമ്പര്യത്തിൽ തികയാതെ വരരുത്. ഒരു ഇടയോഗം നടത്തിയാൽ പോലും 50 പേരെ വിളിച്ചിട്ട് 25 പാലപ്പം കൊണ്ടിരിക്കരുത്. ഒന്നീ കൊടുക്കരുത്. കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ കൊടുക്കണം. കാരണം 5 അപ്പം കൊണ്ട് എത്ര പേരെ പോഷിപ്പിച്ചു? എന്നിട്ട് എന്തോ ചെയ്തു? ബാക്കി പറ, പെട്ടെന്ന് പറ. 20 ദിവസം ഉറക്കെ ബാക്കി എന്തോ ചെയ്തു? 12 കൊട്ട എന്തോ ചെയ്തു? നിറച്ചെടുത്തു. എന്തിന്? എനിക്ക് ഉത്തരം കിട്ടി. ഞങ്ങളുടെ കൊച്ചിലെ ഒരു പാവ ഉപദേശി റോഡേ പോയി സുശേഷ ഉപദേശിയാണ്. അപ്പോൾ ഒരു കൺവെൻഷൻ ഈ അപ്പച്ചന് പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തു. അപ്പച്ചനാണ് ഒരു 1.5 പ്രാർത്ഥനയായിരുന്നു. പുള്ളി അങ്ങോട്ട് കയറി നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കേട്ടോ മോളെ, കേട്ടോ? ഐശ്വര്യ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് 5000 പോഷിപ്പിച്ച് എല്ലാത്തിനും തൃപ്തിപ്പെടുത്തിയിട്ട് അതിൻ്റെ മിച്ചം എല്ലാം കൂടെ 12 കൊട്ട നിറച്ചെടുപ്പിച്ചിട്ട് അത് 12 അപ്പോസ്തലന്മാർ വെച്ച് വേടാ ഇവിടെ എന്ന് പറഞ്ഞ് അവന്മാരുടെ തലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് പോടാ വീട്ടിൽ നിന്ന് പറഞ്ഞ് 12 മുക്കവക്കൊടിലെ പട്ടിണി മാറ്റിയ കർത്താവി. കേട്ടോ? 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. എന്നിട്ട് 12 മുക്കവക്കൊടിലെ എന്തോ മാറ്റി. പത്രോസിന് അമ്മായിമ്മ ഉണ്ടായിരുന്നോ? അമ്മായിമ്മയ്ക്ക് എന്തോ പിടിച്ചു? അമ്മായിമ്മയ്ക്ക് പനി പിടിച്ചു. കർത്താവ് സൗഖ്യമാക്കി ഇല്ലേ? അപ്പം മിക്കവാറും ആര് കാണാം? അമ്മായിമ്മ ഉണ്ടെങ്കിൽ ആര് കാണും? ഭാര്യ ഉണ്ടെങ്കിൽ എന്ത് കാണാം? പിള്ളേർ കാണാം. ഏതായാലും ഈ പിള്ളേർ പട്ടിണിയല്ലേ, ഇയാളിങ്ങ് പോകുന്നില്ലേ? അവരുടെ കാര്യം ആര് നോക്കി? കർത്താവ്. അതിനരിക്കാൻ മിച്ചം വെച്ച് കൊടുത്തു എന്നാണ് ആ ഉപദേശി പ്രാർത്ഥിച്ചത്. ഏതായാലും പറക്കിപ്പിച്ചില്ലേ? അപ്പം ക്രൈസ്തവ പാരമ്പര്യം എന്ന് പറയുന്നത് മിച്ചം വരണം. അടുത്ത വീടുകളിലൊക്കെ എന്തോ ചെയ്യണം? കൊടുക്കണം. കേട്ടോ? കൊടുക്കണം. ഫ്രീസറിൽ വെച്ചിട്ട് 1 മാസം കഴിപ്പിക്കരുത്. ഒരിക്കലെ ഒരു ഉഴുന്നവട ഇങ്ങനെ ഒരു കടയിൽ കയറിയപ്പോൾ ഒടിച്ചപ്പോഴേ എന്നത്തെയാന്ന് ചോദിച്ചപ്പോൾ മോനെ ഇന്നത്തെ ആണോ ചോദിച്ചാൽ പറഞ്ഞു അല്ല മിനിഞ്ഞാന്നത്തെയാന്ന് പറഞ്ഞാൽ ഫ്രീസറില്ലായിരുന്നു എന്തോ ചെയ്തേനെ അല്ലേ? അപ്പോൾ അതെല്ലാം അയൽ വീടുകളിലൊക്കെ എന്തോ ചെയ്യണം? ഒരു പ്രാർത്ഥന നടന്നാലും അടുത്തുള്ളവർക്ക് കൊടുക്കണം. അതാണ്. ഏതായാലും മിച്ചം വരണം, അതല്ലേ? അപ്പം കല്യാണം കഴിഞ്ഞാൽ തികഞ്ഞില്ലല്ലോ, നാണക്കേടല്ലേ? നാണക്കേടാണ്. അപ്പോൾ ഇവർക്ക് തികയാതെ വന്നു. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണം നടന്നു, വലിയ കല്യാണം, 10,000-2000 വലിയ കല്യാണം. പക്ഷേ അന്ന് അപ്രതീക്ഷിതമായിട്ടൊരു ബന്ധു തലേദിവസം നാളെ ബന്ധാന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഓർത്ത് ആരും വരത്തിൽ വെച്ചിട്ടുണ്ട്, ഇത് കുറച്ചു. എന്തോ ചെയ്യാനേ, എല്ലാവരും കല്യാണത്തിന് വന്നു. വാഹനങ്ങളെല്ലാം വിവാഹമെന്ന് എഴുതി തണിങ്ങി വന്നു. ഇവരാകെ അങ്ങ് വല്ലാതായി, ആർക്കും കിട്ടിയില്ല. ഒത്തിരി നാൾ കഴിഞ്ഞ് ഞാനവിടെ നിൽക്കുമ്പോൾ ആ വീട്ടിലൊരു മോനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് ഇന്നടത്തെയാന്ന്. എട്ടുത്തവായി എൻ്റെ അമ്മ, അയ്യോ ഈ ഇവരെയും കൊണ്ടൊക്കെ സഹിച്ചു തോറ്റുപോയെന്നേ.
ഈ അമ്മമാരെയും കൊണ്ട് എന്തോ ചെയ്യാനാ? എടുത്ത് വായിച്ച് നോക്കിയാൽ ഇവിടെ കല്യാണത്തിന് പോയപ്പോഴല്ലേ കിട്ടാൻ വന്നത്. അയ്യോ, ഞാൻ പറഞ്ഞു വാ അമ്മ ചേട്ടാ പറ്റിപ്പോയി, സോറിടാ, മോശമായെന്ന് എനിക്കും അറിയാം. പക്ഷേ അന്ന് തികയാതെ വന്നത് ഇപ്പോഴും എന്തുകൊണ്ട് ഓർമ്മയിലുണ്ട്. തികയാതെ വന്ന നാണക്കേടല്ലേ? നാണക്കേട്. ഇതാരാ അറിഞ്ഞത്? അല്ല, ആരാ അറിഞ്ഞേ? അമ്മ അറിഞ്ഞു. അമ്മ അറിഞ്ഞു. അമ്മമാരെല്ലാം കൈപൊക്കിക്ക്. അമ്മ അമ്മ എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് കേട്ടോ. അമ്മ ആരാണ്? അമ്മ. അറിയുന്ന ആരാ? അമ്മയാണ്. അമ്മയാണ്. അപ്പം സ്ഥാനം അറിയാറില്ല. പിള്ളേർ താമസിച്ചു വന്നില്ല, പറയുന്ന ആരാ? അമ്മയാണ്. അപ്പം പറയാം അവിടെ കാണുപടി നീ കിടക്കേണ്ടത്. ടെൻഷൻ അടിക്കുന്ന ആരാ? അമ്മയാണ്. എല്ലാത്തിനും പരീക്ഷയുടെ ദിവസം ടെൻഷൻ അടിക്കുന്ന ആരാ? അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചോണേ പറയുന്ന ആരോടാ? അമ്മയോടാ. എല്ലാം ടെൻഷൻ അടിക്കുന്ന ആരാ? അത് കുറ്റമല്ല മക്കളെ. സിമിയോൻ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് അമ്മയോട് പറയുന്നുണ്ട്, നിൻ്റെ ചങ്കിനകത്തോട് എന്തോ കിടക്കും? വാള് കിടക്കും. അമ്മ. പക്ഷേ ഈ അമ്മയ്ക്കൊരു വലിയ കഴിവുണ്ട്. ഒന്നുകൂടെ പൊക്കിക്ക് അമ്മമാരെല്ലാം കൈ. അമ്മമാർക്കൊരു കഴിവുണ്ട്. ഏത് വീടിൻ്റെയും ചുറ്റിക്കളി പിള്ളേരുടെ എല്ലാം പൊക്കുന്ന ആരാ? അച്ചായമ്മയുടെ ചുറ്റിക്കളി വരെ ആര് പൊക്കും? മനുഷ്യ, നിങ്ങൾ പൈസ എന്തിയേ നിങ്ങളിത് ആർക്കാ കൊടുക്കുന്നേ? ഇതെവിടെ? നിങ്ങൾ പറ ആണോ? പൊക്കുന്ന ആരാ? ഈ അച്ചാൻ എവിടെയെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടെങ്കിൽ അമ്മ പൊക്കുമെന്ന് പിടിക്കും, കൊച്ചിനെ പിടിക്കും. ബലം കുത്തിക്ക് മര്യാദയാണെങ്കിൽ മര്യാദ. അപ്പോൾ എല്ലാം ഞാൻ ഈ ഒത്തിരി യൂത്ത് ക്യാമ്പ് എൻ്റെ മക്കളെ ഈ ലവ് സെക്സ് മാരേജ് എടുക്കാൻ പോകാറുണ്ട്. ലവ് സെക്സ് ഇതിനെപ്പറ്റി കേൾക്കും. അപ്പോൾ ഈ പിള്ളേരെന്നോട് ചോദിച്ചാൽ അങ്കിളുടെ പ്രേമമൊക്കെ എങ്ങനെയായിരുന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ എനിക്ക് പ്രേമം തോന്നിയതിനോട് എന്നോട് തോന്നിയില്ല, എന്നോട് തോന്നിയതിനോട് എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ രണ്ടും കൂടെ അടുത്തപ്പോൾ ഈ അമ്മ വെളിപ്പാട് കണ്ടു, പൊട്ടി. അപ്പോൾ എൻ്റെ ഭാര്യ അതിനും പറയും, പിള്ളേർ വലിയ കാര്യങ്ങളൊക്കെ ടൂറ് പോകാനൊക്കെ പ്ലാൻ ചെയ്യും, ഞങ്ങൾ പോവാണ്, ഞാൻ വേണോ? അവളോട് പറയും മിണ്ടണ്ട, പ്രാർത്ഥിക്കാം. അവർ പ്ലാൻ ചെയ്തോട്ടെ, ഞാൻ ഏറ്റു പൊട്ടിക്കുന്ന കാര്യം. രാവിലെ എഴുന്നേറ്റ് പോകുന്നില്ലേ? ഇല്ല, എന്നാണ് പനിക്കുന്നു. ദേ പ്ലാൻ, ഞങ്ങൾ പൊട്ടിക്കും. അതാണ് അമ്മ. അമ്മ സമം അറിയുന്നവൾ സമം ആര്? അമ്മ. എല്ലാ അമ്മയും അറിയണം കേട്ടോ. എല്ലാ അമ്മയും എന്താകണം? അറിയുന്നവളാകണം. അമ്മാ സമം അറിയുന്ന. ഈ അമ്മ ഇത് ആരോട് പറഞ്ഞു? യേശുവോട് പറഞ്ഞു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അമ്മ ഇത് ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. യേശു എന്തോ ചെയ്തു? കോരി നിറപ്പിയും കൊണ്ട കൊടുപ്പിയെന്ന് പറഞ്ഞു. ഇരു ചെവി അറിയാതെ അത് എന്ത് ചെയ്തു? പരിഹരിച്ചു. ഇവരൊത്തിരി ദിവസം കൊണ്ടാണ് ഈ 2-ാം അധ്യായത്തിൽ ഒരു പുതിയ വീഞ്ഞ. അന്ന് ഈ മിശിഹ വരുമ്പോൾ വീഞ്ഞിൻ്റെ സർപ്ലസ് ആയിരിക്കും എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അവർക്കറിയാം പുതു വീഞ്ഞ് യേശു വന്ന മിശിഹ വരുമ്പം ഭയങ്കര സർപ്ലസ് ഓഫ് വൈൻ എന്തിനാ കാണിക്കുന്ന? സന്തോഷം, ആനന്ദം, ആ ഒരു സെലിബ്രേഷൻ, ഇതെല്ലാം കാണിക്കുന്നതിൻ്റെ പേരാ എന്ത്? വൈന ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു അടയാളമായിട്ടൊക്കെയാണ് കാണുക. അപ്പോൾ അങ്ങനെയെങ്കിലും ഇവിടെയൊക്കെ വൈൻ പോയി, സന്തോഷം പോയി. അത് തന്നെയല്ല, ഇതറിഞ്ഞ നിത്യ ഒരു ലജ്ജയ്ക്ക് കാരണവുമാകും. അവരാ കാര്യം ആരോട് വന്ന് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. ഇരു ചെവി അറിയാതെ ആര് പരിഹരിച്ചു? യേശു. സത്യത്തിൽ അവർ ഒത്തിരി ദിവസം കൊണ്ടല്ലേ ആ കല്യാണത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്? വൈൻ ഒരു ദിവസം കൊണ്ടുണ്ടാകുമോ? ഇല്ല. എത്രയോ ദിവസം മുമ്പ് മുന്തിരി മേടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തായിരിക്കാം അത് വൈനായിട്ട് രൂപപ്പെടുക. അപ്പോൾ എന്തോരം പേരെ വിളിക്കണം, എന്തോരം പേര് വരും, അവർക്ക് എത്ര പേർക്ക് ഓർഡർ ചെയ്യണം, ഇതൊക്കെ ഒത്തിരി ആലോചിച്ചാൽ. കല്യാണമൊക്കെ നടക്കാൻ പോകുന്നവരിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. എന്തുമാത്രം ആലോചിച്ചായിരിക്കാം ഒരു കല്യാണത്തിന് ഓർഡർ ചെയ്യുന്നത്. മിച്ചം വരണം. ഒത്തിരി തൂയിക്കളഞ്ഞില്ലെങ്കിലും തികയാതെ എന്ത് ചെയ്യരുത്? വരരുത്. അത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിളാണ്. അപ്പം ഇതെല്ലാം കണക്കൂട്ടിലും തെറ്റി. ഈ മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെയാണ്, കണക്കെല്ലാം തെറ്റും. മനുഷ്യത്തിൻ്റെ കണക്കെല്ലാം തെറ്റും. അവിടെ കൊച്ചിനെ ഉക്രൈനിൽ പഠിപ്പിക്കാൻ വിട്ടു, രണ്ടാമത്തെ കൊച്ചിനെ കാനഡ അവിടെ വിട്ടു, വേറൊരു കൊച്ചിനെ ഇവിടെ ചേർത്തു. എല്ലാം ഒറ്റ കാര്യം, അച്ഛൻ്റെ ശമ്പളമാണ്, ഗൾഫിലാണ്, നല്ല ജോലിയാണ്. ആ ലോൺ സാലറി സ്കെയിൽ കാണിക്കുമ്പോൾ ബാങ്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ ലോൺ പാസ്സാണ്. പക്ഷേ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു ദിവസം കമ്പനി ചെന്നപ്പം ഒരു കവർ കൊടുത്തു, പ്രൊമോഷനാണെന്നാണ് തോന്നുന്നത്. പൊട്ടിച്ചപ്പോൾ ടെർമിനേഷനാണ്, ജോലി പോയി. എന്തോ ചെയ്യും? കണക്ക് തെറ്റിയില്ലേ? പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുക, മനുഷ്യൻ്റെ കണക്കാണ് തെറ്റുക. വീട് പണിയുടെ കണക്ക് തെറ്റി, വീട് പൂർത്തീകരിച്ചില്ല. പെങ്കൊച്ചിനെ പഠിക്കാൻ വിട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സത്യത്തിൽ ഒത്തിരി വീടിൻ്റെ പ്രശ്നമാണ്. നമ്മളത് പെൺകുട്ടി BSc നഴ്സിംഗ് പഠിച്ചു കഴിയുമ്പോൾ അവൾ അടുത്തതിനെയൊക്കെ പഠിപ്പിച്ചോളും, പഠിച്ച് തീർന്നു. ഇനി അവളൊന്ന് OET എഴുതി അങ്ങ് പൊക്കോളും, അപ്പോൾ അനിയത്തിയെ പഠിപ്പിക്കാം. ഇതൊക്കെ അപ്പൻ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ലൊരു കല്യാണം വന്ന് വിദേശത്തു നിന്നാണ്.
കല്യാണം ആലോചിച്ചപ്പോൾ ഇവളിങ്ങനെ ഉടക്കി നിൽക്കുക, ഇപ്പം വേണ്ട. അതിന് പപ്പായെ ഞാൻ കുറച്ചുകൂടെ സഹായിക്കാൻ ജോലി ചെയ്തു. പപ്പ പറഞ്ഞ് സഹായിക്കണ്ട, എന്നെ സഹായിക്കണ്ട, ഞാൻ ജീവിച്ചോളാം, നീ പൊക്കോ. പക്ഷെ കല്യാണം മുറുകിയപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേണ്ട. അതെന്നാ നിങ്ങൾ പറ ഐശ്വര്യ, അതെന്നാ? വേറെ ഐശ്വര്യക്ക് അറിയാം, അതാണ് പിള്ളേർക്കെല്ലാം അറിയാം. അവക്കില്ല കേട്ടോ, അവൾ പാവം വെച്ചാ നല്ല വെച്ചാ. വേറൊരാളാരാ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഒരു വിശ്വാസവും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ മുടിയും വളർത്തി അതുവഴി ഇതുവഴി നടക്കുന്ന ചെറുക്കനാ. എന്തോ ചെയ്യും? അപ്പൻ എന്തോ എന്നറിയാമോ? വാക്കത്തിയെടുത്തു ഒണ്ട വെട്ടി കീറിക്കളയും ഞാൻ. കീറൂ? അമ്മ ഇടയ്ക്ക് കീറണ്ട. അമ്മ പറഞ്ഞു ഞാൻ കെട്ടണോടി, എടീ കെട്ടണോ, എടീ കെട്ടണോ, കെട്ടണോടി. 3 ഇടി. പണ്ടത്തെ പെണ്ണാന്നേ പറഞ്ഞനെ കെട്ടണ്ട, അമ്മ ഇടിക്കല്ലേ. ഇപ്പോഴത്തെ പെണ്ണ് പറയും ഒന്നും മിണ്ടത്തില്ല, കല്ല് പോലെ നിൽക്കും. അപ്പോഴത്തെ തിയേറ്ററിൽ നിന്നൊരു പാട്ട് വരുന്നു, നെഞ്ചിലാകെ കല്ലാണ്. അങ്ങനെ പാട്ടില്ലേ? നെഞ്ചിലാകെ കല്ലാണ്. കല്ലായതിൻ്റെ ഇത് അലിയത്തില്ല. നമ്മുടെ അമ്മമാരെ എല്ലാം നമ്മളെ അലിയിപ്പിച്ച് ഒന്നി തന്നത്താ ഇടിച്ച. എനിക്കറിയത്തില്ല ഇവിടുത്തെ കാര്യം. നാടനമ്മ കൊല്ലടീ വേണോടീ വേണ്ട. രണ്ടാമത്തെ ഒരു കഥ പറഞ്ഞ 9 മാസം. ഈ 9 മാസത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ഒരു വൈബ്രേഷനൊക്കെ ഉണ്ട്. 9 മാസം. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ന്യൂജൻ ചെറുക്കൻ അത് പൊട്ടിച്ചു. 9 മാസത്തെ കണക്ക്. അമ്മ എന്നാ എടാ നന്ദിയുണ്ടോ? എന്നോട് നന്ദി വേണ്ട. അതിനാ 9 മാസം കഴിഞ്ഞ് അമ്മയ്ക്ക് പ്രസവനം വന്നപ്പോൾ ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നേ അമ്മ എന്തോ ഇതിന്. ഞാൻ മര്യാദയ്ക്ക് തലയും കുത്തി പോകുന്നോണ്ടല്ലേ അമ്മ രക്ഷപ്പെട്ടെ. അല്ലായിരുന്നെങ്കിൽ നെഞ്ച് പൊട്ടി BP കൂടി അമ്മ ചത്തുപോത്തില്ലേ. അതുകൊണ്ട് എപ്പോൾ എന്നെ കണ്ടാലും മോനെ നന്ദി, എന്തിന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോന്നേനെ എന്ന് പറയണം. അവനും ഭയങ്കര തട്ടുമുടുക്കനായിരുന്നല്ലേ. 3-4 കിലോ ഉണ്ടായിരുന്നു. അവൻ ഇറങ്ങി വന്നിട്ട് എന്തോ ചെയ്തേ, അവർ ചത്തുപോത്തില്ലേ. അപ്പോൾ ന്യൂജൻ്റെ അടുക്കലൊന്നും ഇത് നടക്കത്തില്ല. നടക്കുമോ? ഇല്ല. അമ്മയുടെ ഇടി വെയിറ്റില്ല, അമ്മയുടെ കരച്ചിൽ വെയിറ്റില്ല. അവസാനം ഉപദേശിയെ കൊണ്ടുവന്നു. എന്താണ്? പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുക. കൂടോത്രം കൈവശം. ഒരു പെങ്കൊച്ചിന് വെള്ളം കൊടുത്തപ്പോൾ അവൾ എൻ്റെ ചെവി പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഒരു കുട്ടകം വെള്ളം പല ഉപദേശിച്ച് പല തന്നു. ഒരു കുട്ടക കണക്കിന് വെള്ളം ഇത് പോത്തില്ല, ഇത് പോത്തില്ല, ഇത് കെട്ടിയാലേ പോത്തും. ഇത് കൂടോത്രമൊന്നുമല്ല, എനിക്കിഷ്ടമാണ്. എന്തോ ചെയ്യും? കണക്ക് തെറ്റിയില്ലേ. മോൻ പഠിക്കാൻ പോയി വന്നു, പോട്ടെ, പഠിച്ചില്ലെങ്കിലും സാരമില്ല. പക്ഷേ കഞ്ചാവാന്നറിഞ്ഞപ്പോൾ കണക്ക് തെറ്റിയില്ലേ. അവർ രണ്ടും കൂടെ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ബുള്ളറ്റേ പോകുമായിരുന്നു. എന്നോട് പറഞ്ഞാൽ മുടിയൊക്കെ അടിച്ചിട്ട് സന്ധ്യയാകുമ്പം ഭാര്യയും ഭർത്താവും കൂടി ഒരു പോക്കുണ്ട്. അഴകായിരുന്നു കാണാൻ, അഴക മുടി. പുള്ളിക്കൊരു കാറൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഭാര്യയെ കുളിപ്പല്ല് കെട്ടി ഇങ്ങനെ ബുള്ളറ്റേ പോകും. കാണാൻ്റെ ചന്തം എല്ലാവരും നോക്കും. പുള്ളിക്കൊരു സ്വകാര്യ അഹന്തി. പക്ഷേ ഒരു ബയോപ്സി നേരെ RCC തിരിച്ചു വന്നപ്പം മുടിയില്ല. ആദ്യം ചെയ്ത് ബുള്ളറ്റ് വിൽക്കുക. കണക്ക് തെറ്റിയില്ലേ. എല്ലാ കണക്കൂട്ടും തെറ്റും, എല്ലാവരുടെയും തെറ്റും. പക്ഷേ ഈ കണക്കെല്ലാം തെറ്റുമ്പോൾ ഒരാളിങ്ങനെ നടന്നു വരും, കണക്ക് തെറ്റുമ്പം വരും. കണക്ക് തെറ്റുമ്പം വരും. ഈ രാത്രി, ഈ പകലിൽ 20ാമത്തെ ദിവസം മാനുഷികമായി ഒത്തിരി കണക്കുകൾ എല്ലാവരുടെയും തെറ്റും. പക്ഷേ തെറ്റാത്ത, പഴയ്ക്കാത്ത ചുവടുകളുള്ള, പഴയ്ക്കാത്ത കണക്കുകളുള്ള യേശു വന്നാൽ പിന്നെ അവിടെ കണക്ക് തെറ്റത്തില്ല. വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവദാസൻ പറഞ്ഞപ്പം ഒരു വാക്ക് പറഞ്ഞ ആദ്യം, ഇവിടെ നിങ്ങൾ കഴിച്ച ചെറിയ പ്രാർത്ഥനയ്ക്കും വലിയ പ്രാർത്ഥനയ്ക്കും ഓരോ നെടുവീർപ്പിന് കണ്ട ഒരുവനുണ്ടെന്ന്. കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യുക. മക്കളെക്കുറിച്ചായിരിക്കാം, സ്വന്തം ആരോഗ്യവും പങ്കാളിയുടെ ആരോഗ്യമായ സാമ്പത്തികത്തിൻ്റെ ആകാം. മക്കളുടെ പ്രതീക്ഷയിൽ അവരുടെ സ്വഭാവം മാറിപ്പോയതായിരിക്കാം. വേണ്ടാത്തൊരു ബന്ധത്തിൽ അവർ പെട്ടതായിരിക്കാം. അഡിക്ഷനിൽ ചെന്ന് പെട്ടതായിരിക്കാം. അല്ല, ഈ ഇടയ്ക്ക് നിൽക്കുന്നത് അമ്മയാണ്. എനിക്കതുകൊണ്ട് 1000 നാക്കായി അമ്മയെ പറയുക. ഇതിൻ്റെ എല്ലാം ഒടുവിൽ ആലയം വിട്ട് പിരിയാതെ നിൽക്കുന്ന കുറേ അമ്മമാർ. പക്ഷെ ഒന്ന് പറയാം, നിന്നെക്കുറിച്ച് തെറ്റാത്ത കണക്കുള്ള
അമ്മയുടെ ഉദരത്തിൽ നാം കിടന്നപ്പോൾ പിണ്ടാകാരമായിരുന്നു. ആ കർത്താവ് ഇന്ന് രാത്രി പകലിവിടെ വന്നിട്ടുണ്ട്. 20ാമത്തെ പകൽ. പച്ചവെള്ള തണുത്തുറഞ്ഞു പോയി. നിറമില്ല, ഗുണമില്ല, മണമില്ല. പച്ചവെള്ളം നല്ലതാണെങ്കിലും അതിന് നിറമില്ല, അതിൻ്റെ രുചിയില്ല. എന്നാൽ വീഞ്ഞിന് ഇതെല്ലാം ഉണ്ട്. ഉറകെട്ട, നിറം കെട്ട, മണം പോയ നിൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം വീണ്ടെടുക്കാൻ കഴിവുള്ള കണക്കുകളുള്ള ഒരാളുണ്ട്, യേശു. പക്ഷെ പറയണം, ഇന്നിടത്ത് എൻ്റെ കണക്ക് തെറ്റി, ഇന്നിടത്ത് എൻ്റെ കണക്ക് തെറ്റി. കുഞ്ഞു മുതൽ വലിയവർ വരെ അവിടേക്ക് യേശുവിനെ ക്ഷണിച്ചേ പ്രാർത്ഥിക്കാവുന്നവർ. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകൾ ഇന്നിടത്ത് തെറ്റിയിട്ടുണ്ട്. ഇന്നിടത്ത് പ്രതീക്ഷകൾ അവസാനിച്ചു. അവിടേക്ക് വരണമേ കർത്താവേ എന്ന് വിളിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് ഒരു പുതിയ ഹിസ്റ്ററി തുടങ്ങാൻ. ഇന്ന് ആ കുടുംബം അറിയപ്പെടുന്നത് തികയാതെ പോയ കുടുംബമായിട്ടല്ല, പച്ചവെള്ളം മെയിനാക്കിയ കുടുംബമായിട്ടാണ്. ഇന്ന് ആ കുടുംബം അറിയപ്പെടുന്നത് കല്യാണത്തിന് പോയിട്ട് തികയാതെ വന്ന കുടുംബമായിട്ടല്ല, അവരുടെ കല്യാണത്തിനായി യേശു വെള്ളം മെയിനാക്കി. എന്ത് പ്രതീക്ഷതയോടെ ആ പെൺകുട്ടിയെ കെട്ടിച്ച വീട്ടിൽ വിട്ടത്. അപ്പോൾ അറിയുന്നത് അവൻ മനസ്സിരോഗിയാന്ന്. എന്ത് പ്രതീക്ഷയോടെ അവർ വിവാഹ ജീവിതത്തിലേക്ക്. അപ്പോൾ അറിഞ്ഞത് അവൾ കുടുംബത്തെ ഒതുങ്ങി നിൽക്കുന്നവളല്ലെന്ന്. ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് വിവാഹമോചനത്തിന് ചിട്ടുകൊടുക്കുമ്പോൾ മക്കളെവിടെയൊക്കെയോ അലയുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധികൾ വേട്ടയാടുമ്പോൾ, ബിസിനസ്സുകൾ, സ്വപ്നങ്ങൾ തകരുമ്പോൾ, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ വന്ന കർത്താവ് ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട് ചിലരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ. ഈ 20ാം പകൽ എൻ്റെ യേശു വന്നിട്ടുണ്ട് കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യാൻ. കുഞ്ഞെ, കണക്ക് തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യുന്ന യേശു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ തെറ്റിയ കണക്കുകൾ, തെറ്റിയ കണക്കുകൂട്ടലുകൾ അത് യേശുവിനോട് പറഞ്ഞ് 1 മിനിറ്റ് എടുത്ത് എല്ലാവരും അത് യേശുവിനോട് പറഞ്ഞ് തെറ്റിയ കണക്കുകൂട്ടലുകളെല്ലാം കർത്താവിനോട് പറഞ്ഞ്, ഇന്നടത്ത് തെറ്റിപ്പോയി എൻ്റെ കണക്ക്, ഇന്ന വിഷയത്തിൽ ഞാൻ കർത്താവ് എൻ്റെ ചിന്തകൾ തെറ്റി, ഞാൻ മിടുക്കനായിരുന്നു പക്ഷേ അതെൻ്റെ തെറ്റിപ്പോയി, എന്നെ സഹായിക്കണമേ. അമ്മ അവരോട് പറയുക, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇവിടെ നിന്നുകൊണ്ട് അവരുടെ കണക്കുകൾ തെറ്റിയ സങ്കടങ്ങൾ കർത്താവിനോട് പറയുന്ന ഓരോരുത്തരെയും എളിവനായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെന്തു ആകട്ടെ, തലമുറകൾ, കുടുംബം, ബിസിനസ്, ശുശ്രൂഷ, സാമ്പത്തികം, ആരോഗ്യം, ജീവിത പങ്കാളി, എന്തു ആട്ടെ, ഈ രാത്രി പകൽ യേശുവിനോട് പറഞ്ഞേ, അങ്ങനെയുള്ളവരെല്ലാം പറഞ്ഞേ, പച്ചവെള്ളം വീഞ്ഞാക്കിയതുപോലൊരു അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. പച്ചവെള്ളം വീഞ്ഞാക്കിയതുപോലൊരു അത്ഭുതം, വചനത്തിൻ്റെ ഒരു അത്ഭുതം ഇന്ന് പകൽ ഇവിടെ നടക്കട്ടെ. കഴിഞ്ഞ 19 ദിവസങ്ങൾ ഇവിടെ വാരി വിതറിയ ദൈവ വചനത്തിൻ്റെ ശക്തി ഈ 20ാം പകൽ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, നിന്റെ വചനത്തെ വെറുതെ തിരിച്ചു വരത്തില്ല, നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്മേ എറിയുക. എത്രയോ ദൈവദാസന്മാർ ഇവിടെ പറഞ്ഞ് എറിഞ്ഞ ദൈവ വചനങ്ങൾ ഇതിനകത്തുണ്ടല്ലോ, അതെല്ലാം ജീവനായി പരിണമിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണക്കുകൾ തെറ്റിയ ചില ജീവിത മേഖലകളിലേക്ക് ഒരത്ഭുതത്തിൻ്റെ കരവുമായി കർത്താവ് ഇന്ന് എഴുന്നള്ളി വരുന്നതിനായി സ്തോത്ര. ക്ഷണിച്ചേ വ്യക്തിപരമായി അത് കർത്താവിനോട് പറ, ഇന്നിടത്താണ് എൻ്റെ പ്രശ്നം, ഇന്നിടത്താണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്, ഇന്ന വിഷയമാണ് കർത്താവ് എൻ്റെ പ്രതിസന്ധി, ഇന്നിടത്ത് അത് നടന്നില്ലെങ്കിൽ ഞാൻ അപമാനിക്കപ്പെടാ, കർത്താവ് എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ വന്നത് ഒരു ചരിത്ര സംഭവമാണ്. അത് അടയാളങ്ങളുടെ ആരംഭമാണെങ്കിൽ അതിന്നും 2000 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന അടയാളമാണ്. ഇന്ന് പകൽ ഇവിടെയും ആ അടയാളം ചെയ്യാൻ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. അന്ന്
ആരംഭിച്ചു എന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അടയാളങ്ങളുടെ ആരംഭമായി അവസാനിച്ചതായി കാണുന്നില്ല. ഇല്ല, അത്ഭുതങ്ങൾ അവസാനിച്ചിട്ടില്ല, അടയാളങ്ങൾ അവസാനിച്ചിട്ടില്ല, ബീജപ്രവൃത്തികൾ അവസാനിച്ചിട്ടില്ല, ദൈവപ്രവൃത്തികൾ അവസാനിച്ചിട്ടില്ല. യേശു ഇന്നും വ്യക്തികളെ തൊടും, യേശു ഇന്നും കുടുംബങ്ങളെ തൊടും, യേശു ഇന്നും അത്ഭുതങ്ങളെ ചെയ്യോ, യേശു ഇന്നും പച്ചവെള്ളം പോലെ മരവിച്ച അവസ്ഥകൾക്ക് ജീവൻ വരുത്തോ. അതിന് നിന്റെ കരിഞ്ഞ സ്വപ്നങ്ങൾക്ക് ചിറകം മുളയ്ക്കോ, കരിഞ്ഞ സ്വപ്നങ്ങൾക്ക് മഞ്ഞയും മാംസവും പിടിക്കോ, അതിന് ചിറകം മുളയ്ക്കോ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കോ, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരോ, അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, അവർ തളർന്നു പോകാതെ നടക്കും. യേശുവിന്റെ നാമത്തിൽ അത് സ്വപ്നങ്ങൾ കരിഞ്ഞു പോയ, പ്രതീക്ഷകൾ അറ്റുപോയ, കണക്കുകൾ തെറ്റിപ്പോയ ചില ജീവിത മേഖലകളിൽ യേശു വരുന്നു. ഇന്ന് പകൽ യേശു വന്നിട്ടുണ്ട് നിന്നെ തൊടാൻ.